നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടറും ടൈപ്പ് റൈറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോർട്ട് കട്ട് കീസ് ഇൻസേർട്ട് ദി കറണ്ട് ഡേറ്റ് ഇൻ എ ഡോക്യുമെന്റ്? കറണ്ട് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യുന്നുള്ള ഷോർട്ട് കട്ട് കീ ആണ് Alt+Shift+D. Which of the following are valid minimum and maximum zoom size in MS Word? MS Wordലെ minimum zoom size 10%, maximum 500% ആണ്. Which of the following is used to the quick access of the item in the menu bar? മെനു ബാറിലെ ക്വിക്ക് access items എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആണ്. Which of the following is not a type of tab stop? ടാബ് സ്റ്റോപ്പിൽ വരാത്തത് പോയിന്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ, ഡെസിമൽ, ബാർ. ഇത് 5 ടാബ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. പേജ് ബ്രേക്ക് ക്യാൻ ബി ഇൻസേർട്ടഡ് ബൈ പ്രസ്സിംഗ്. പേജ് ബ്രേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ Ctrl+Enter ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. MS Word ക്യാൻ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് ബൈ പ്രസ്സിംഗ്. ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+K ആണ്. The green wavy underline in MS Word document indicate green line ആണെന്നുണ്ടെങ്കിൽ ഗ്രാമർ എറർ ആണ്, റെഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. Which page orientation you will select if you wish to print in wide format? വൈഡ് ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ്സ്കേപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. In MS Word, which operation you will use to save the opened file to another file name? ഒരു ഫയലിനെ മറ്റൊരു ഫയൽ നെയിമിൽ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സേവ് ആസ് ഓപ്ഷൻ ആണ്. Which function is used for setting same property of the text to another text? ഒരു ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി മറ്റൊരു ടെക്സ്റ്റിലേക്ക് കോപ്പി ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർമാറ്റ് പെയിന്റർ ആണ്. Select a word and click Ctrl U. What will be the resulting output? Ctrl U എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ആണ്. അപ്പോൾ അണ്ടർലൈൻ ഫോർ സെലക്ടഡ് വേർഡ് ഈസ് ഇൻസേർട്ടഡ് ആണ് ആൻസർ. For cutting in the stencil paper, ribbon position indicator is put in the stencil cuttingൽ ribbon position indicator എന്ന് പറയുന്നത് വൈറ്റ് കളറിൽ ആയിരിക്കണം. Which is the shortcut key combination to redo an operation? റിഡോയുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് Ctrl+Y ആണ്. അൺഡു ആണെങ്കിൽ Ctrl+Z. Which is the shortcut key combination to align text to center? സെന്റർ അലൈൻമെന്റിന്റെ ഷോർട്ട് കട്ട് കീ Ctrl+E ആണ്. Carriage rack is running over which wheel? പിനിയൻ വീൽ. ക്യാരേജ് റാക്ക് റൺ ചെയ്യുന്നത് പിനിയൻ വീലിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. We can rectify the jerky motion of the carriage of the typewriter by decreasing the tension of. jerky motion rectify ചെയ്യുന്നത് മെയിൻ സ്പ്രിങ്ങിന്റെ ടെൻഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ്. Which is pressed to get blank space between words? വേർഡ്സിന്റെ ഇടയിൽ ബ്ലാങ്ക് സ്പേസ് വരാൻ വേണ്ടി നമ്മൾ സ്പേസ് ബാർ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോംപ്ലിമെന്ററി ക്ലോസ് യൂസ്ഡ് ഇൻ ആൻ ഒഫീഷ്യൽ ലെറ്റർ. ഒഫീഷ്യൽ ലെറ്ററിൽ യൂസ് ചെയ്യുന്ന കോംപ്ലിമെന്ററി ക്ലോസ് ആണ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂ ടു വിച്ച് ഷേപ്പ് ഓഫ് ദ സിലിണ്ടർ ഓൺലി വൺ ലെറ്റർ ഈസ് ഒബ്റ്റെയിൻഡ് വൈൽ ടൈപ്പിംഗ്? സിലിണ്ടറിന്റെ ഏത് ഷേപ്പ് കാരണമാണ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ലെറ്റർ മാത്രം വരുന്നത്? ഏതാണ്? റൗണ്ട് ഷേപ്പ് ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ റൗണ്ട് ഷേപ്പ് ആണ് ഒരു സമയം ഒരു ലെറ്റർ മാത്രം വരാൻ കാരണം. എ ടൈപ്പ് റൈറ്റർ ഹാവിംഗ് 1 പിനിയൻ വീൽ ആൻഡ് 1 എസ്കേപ്മെന്റ് വീല്, 2 പിനിയൻ വീൽസ് ആൻഡ് 1 എസ്കേപ്മെന്റ് വീല്. ഒരു ടൈപ്പ് റൈറ്ററിൽ 1 പിനിയൻ വീലും 1 എസ്കേപ്മെന്റ് വീലും ആയിരിക്കും ഉണ്ടായിരിക്കുക. എ പ്രോഗ്രാം which helps to create written document and make corrections as necessary. അതായത് റിട്ടൺ ഡോക്യുമെന്റ് തയ്യാറാക്കാനും കറക്ഷൻ ആവശ്യമാണെങ്കിൽ ചെയ്യാനും യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് വേർഡ് പ്രോസസർ. ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ് ആർ എംബഡഡ് ഇൻടു എ വെബ് ഡോക്യുമെന്റ് യൂസിങ്. വെബ് ഡോക്യുമെന്റിൽ ഹൈപ്പർ ലിങ്ക്ഡ് ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് HTML ആണ്. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഫംഗ്ഷൻ കീ ഓഫ് എഡിറ്റിംഗ് എ സെൽ. ഒരു സെൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F2 കീ ആണ് യൂസ് ചെയ്യുന്നത്.
ടു ചേഞ്ച് ദ സീക്വൻസ് ഓഫ് അനിമേഷൻസ്, ഒരു സീക്വൻസ് ഓഫ് അനിമേഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റീ ഓർഡർ എന്ന് പറയും. ദ ഇൻഡെക്സ് പേജ് ഓഫ് എ വെബ്സൈറ്റ്, ഒരു വെബ്സൈറ്റിൻ്റെ ഇൻഡെക്സ് പേജ് അല്ലെങ്കിൽ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഹോം പേജ് ആണ്. ആഡ് ടൈംസ് ടു ദ സ്ലൈഡ്സ് ഇൻ ദ പ്രസൻറ്റേഷൻ യൂസിങ്, ഒരു പ്രസൻറ്റേഷനിൽ ടൈം ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റിഹേഴ്സ് ടൈമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ടു സെലക്ട് വൺ ഹൈപ്പർ ലിങ്ക് ആഫ്റ്റർ അനദർ ഡ്യൂറിങ് എ സ്ലൈഡ് പ്രസൻറ്റേഷൻ പ്രസ്, അതായത് ഹൈപ്പർ ലിങ്ക് വൺ ആഫ്റ്റർ അനദർ ആയിട്ട് പ്രസൻറ്റേഷനിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടാബ് കീ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Data can be arranged in a worksheet in an easy to understand manner using, അതായത് വർക്ക്ഷീറ്റിലെ ഡേറ്റയെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതിന് ഓട്ടോ ഫോർമാറ്റിംഗ്, അപ്ലൈയിങ് സ്റ്റൈൽസ്, ചേഞ്ചിങ് ഫോണ്ട്, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കോപ്പിയിങ് ടൈപ്പ് റൈറ്റർ ദ സിലിണ്ടർ ഈസ് കവേർഡ് ബൈ, കോപ്പിയിങ് ടൈപ്പ് റൈറ്ററിൽ സിലിണ്ടർ കവർ ചെയ്തിരിക്കുന്നത് ഹാർഡ് റബ്ബർ യൂസ് ചെയ്തിട്ടാണ്. വൈൽ ടൈപ്പിംഗ് ലെറ്റേഴ്സ് ആർ അൺഈവൻലി പ്രിന്റഡ് ഈസ് നോൺ ആസ്, അതായത് അൺഈവൻ ആയിട്ടാണ് ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബാഡ് അലൈൻമെന്റ് എന്ന് പറയും. മൾട്ടിപ്പിൾ കാൽക്കുലേഷൻസ് ക്യാൻ ബി മെയ്ഡ് ഇൻ എ സിംഗിൾ ഫോർമുല, ഒരു സിംഗിൾ ഫോർമുലയിൽ മൾട്ടിപ്പിൾ കാൽക്കുലേഷൻ ചെയ്യുന്നതിനെ അറേ ഫോർമുലാസ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. MS Office ഹാസ് നോട്ട് യൂസ്ഡ് ദ ഇൻപുട്ട് ഡിവൈസ്, MS ഓഫീസിൽ യൂസ് ചെയ്യാത്ത ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ജോയ്സ്റ്റിക് ആണ്. ജോയ്സ്റ്റിക്ക് ഗെയിം പ്ലേയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ്. മെയിൻ സ്പ്രിംഗ് ടെൻഷൻ ഈസ്, മെയിൻ സ്പ്രിംഗ് ടെൻഷൻ എങ്ങനെയാണ്? ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ്. ക്യാരേജ് മൂവ് ചെയ്യുന്നതും എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ? റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ടാണ്. ഡിറ്റൻഡ് റിലീസ് ഈസ് യൂസ്ഡ് ഫോർ, ഡിറ്റൻസ് റിലീസ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഫ്രാക്ഷണൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിറ്റൻഡ് റിലീസ് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് സീൻ ആസ് സൂൺ ആസ് ഗിംബ് ഈസ് ഓപ്പൺഡ്, ഗിംബ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? നമുക്ക് ടൂൾസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വിൻഡോ ആണ് കാണാൻ കഴിയുന്നത്. ദ ഫയൽ കണ്ടെയ്നിങ് പിക്ചേഴ്സ് ഈസ് സേവ്ഡ് യൂസിങ് ദി കീബോർഡ്, പിക്ചേഴ്സ് ഒക്കെ അടങ്ങിയ ഫയൽസ് സേവ് ചെയ്യാൻ വേണ്ടി ഏതാണ് ഷോർട്ട് കട്ട് കീ? Ctrl+S ആണ്. വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് കീബോർഡ് ടെൻഷൻ, കീബോർഡ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ടച്ച് റെഗുലേറ്റർ ആണ്. ഹൗ മെനി ഒബ്ജക്ട്സ് ആർ ദെയർ ഇൻ ആൻ ആക്സസ് ഡേറ്റാബേസ്, ആക്സസ് ഡേറ്റാബേസിൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ട്? 7 ഒബ്ജക്ട്സ്. ഷോർട്ട് കട്ട് ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ്, പ്രസന്റേഷനിൽ പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓപ്ഷൻ ഓൺ കസ്റ്റം അനിമേഷൻ ടാസ്ക് പാൻ അലോ ടു അപ്ലൈ എ പ്രിസെറ്റ് ഓർ കസ്റ്റം മോഷൻ പാത്ത്, ഒരു കസ്റ്റം മോഷൻ പാത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, ഏതാണ്? പവർ പോയിന്റ് ആണ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ. Ctrl+E ഈസ് യൂസ്ഡ് ഫോർ, Ctrl+E എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ എന്തിനു വേണ്ടിയാണ്? അലൈൻ സെലക്ടഡ് ടെക്സ്റ്റ് ടു സെന്റർ. The first line of the paragraph standing apart from the margin is called, അതായത് ഫസ്റ്റ് ലൈൻ മാർജിനിൽ നിന്നും കുറച്ച് അകലെ മാറി നിൽക്കുന്ന അതിനെ നമ്മൾ ഇൻഡന്റ് എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് ആൻഡ് ഹാങ്ങിങ് ഇൻഡന്റ്. വിച്ച് നെറ്റ്വർക്ക് ഈസ് യൂസ്ഡ് ഫോർ റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ? വാൻ, വയർലെസ് ഏരിയ നെറ്റ്വർക്ക് ആണ് റെയിൽവേ റിസർവേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇൻ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ ഇൻഫർമേഷൻ ഈസ് സെൻഡ് ഇൻ ദ ഫോം ഓഫ്, എങ്ങനെയാണ്? ലൈറ്റ് റേസ് ആയിട്ടാണ് ഫൈബർ ഒപ്റ്റിക്സിൽ സെൻഡ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി ഡീഫോൾട്ട് പേജ് സെറ്റപ്പ് ഓറിയന്റേഷൻ ഓഫ് പവർ പോയിന്റ്? പവർ പോയിന്റിലെ പേജ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആണ്. ദ ഏർലിയസ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ഏർലിയസ്റ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ആണ്. സീറോസ് ആൻഡ് വൺസ് ആണ് മെഷീൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് കട്ട് കീ ഫോർ 1.5 ലൈൻ സ്പേസിംഗ് ഏതാണ്? Ctrl+5 ആണ് 1.5 ലൈൻ സ്പേസിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ കീ ടു ക്രിയേറ്റ് എ ചാർട്ട് ഓൺ ചാർട്ട് ഷീറ്റ് ക്രിയേറ്റ്സ് എ 2-dimensional കോളം ചാർട്ട് ഈസ്, അതായത് ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F11 ആണ്. ആൾ ഫോർമുല ഇൻ എക്സൽ സ്റ്റാർട്ട് വിത്ത് ദി സൈൻ, എക്സലിലെ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സൈനിലാണ്.
ബഫർ സ്പ്രിംഗ് ഈസ് ഫൗണ്ട് ഇൻ ഏതിലാണ്? ഹൽഡ ടൈപ്പ്റൈറ്ററിലാണ് ബഫർ സ്പ്രിംഗ് കാണാൻ കഴിയുന്നത്. ഡബിൾ സ്പേസ് ഈസ് ഗിവൺ ആഫ്റ്റർ എന്തിനു ശേഷം? എക്സ്ക്ലമേഷൻ മാർക്കിന് ശേഷം ഡബിൾ സ്പേസ് ആണ് കൊടുക്കുന്നത്. ഫോർ ഗെറ്റിംഗ് ഫോർമുല ബാർ ക്ലിക്ക്. ഫോർമുല ബാർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് F2 കീ ആണ്. ഹൗ മെനി ടൈപ്സ് ഓഫ് സ്കെയിൽസ് ആർ ദെയർ ഇൻ എ ടൈപ്പ്റൈറ്റർ? ഒരു ടൈപ്പ്റൈറ്ററിൽ എത്ര സ്കെയിൽസ് ഉണ്ട്? 4 സ്കെയിൽസ് ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദ മെയിൻ പാർട്ട് ഓഫ് ദ ടൈപ്പ്റൈറ്റർ ഈസ്, ഒരു ടൈപ്പ്റൈറ്ററിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മെയിൻ സ്പ്രിംഗ് ആണ്. ദ സിംഗിൾ ലൈൻ സ്പേസ് ഈസ് യൂസ്ഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ലിറ്റററി വർക്ക്, പ്രൊഫഷണൽ വർക്ക്, മാർജിനൽ വർക്ക്, ഇതിനെല്ലാം സിംഗിൾ ലൈൻ സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്